ഞാനങ്ങനെ നമ്മുടെ പാലിയേക്കര ടോളിലാണ് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കോണാത്തിലെ ടോള്. കാശ് കൊടുത്ത് പോകുന്ന എല്ലാവരും തന്നെ തന്തയ്ക്കും തള്ളയ്ക്കും തെറി പറഞ്ഞിട്ട് പോകുന്ന ടോള് നമ്മുടെ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളത്തിൽ നിന്ന് വരുമ്പോൾ ഉള്ള അങ്കമാലി കഴിഞ്ഞ് കറുകുറ്റിയൊക്കെ കഴിഞ്ഞ് വരുന്ന ടോള്. ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേടത്തെ അവസ്ഥയാണ്. ചുമ്മാ കോണാത്തിലെ റോഡ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാലും നിങ്ങൾക്ക് കാണിച്ചും തരാം. രാത്രി നേരത്താണെങ്കിൽ പോലും തിരക്കും ബ്ലോക്കും കുണ്ടും കുഴിയും റോഡില്ലാണ്ടും നമ്മൾ റോട്ടീക്കടെയാണോ കാട്ടീക്കടെയാണോ പറഞ്ഞ പോലത്തെ റോഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര മോശപ്പെട്ട റോട്ടിൽ കൊടുക്കാൻ നടത്തുന്നത്. നമ്മൾ ടോൾ റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് കയറി പോകാവുന്നതും നമുക്ക് വേറെ ബ്ലോക്കില്ലാണ്ടും യാത്രക്കാർക്ക് വളരെ സുഖമായിട്ട് പോകാനായിട്ടുള്ളൊരു കൺസെപ്റ്റാണല്ലോ ടോൾ റോഡിൻ്റെ ഒരു ഇത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ഊമ്പിക്കുന്ന ഒരു റോഡാണ്. ഇവിടെ പല ഇഷ്യൂസും പല നിയമം പലവരൊക്കെ ഈ MLA അങ്ങനെ രാഷ്ട്രീയക്കാർ പലവരൊക്കെ വന്നിട്ട് പല ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ഇവിടെ എത്ര തെറി പറഞ്ഞാലും ഇവിടെ ഒരു മാറ്റമില്ല. ഇവർ പിന്നെയും ടോള് ആൾക്കാരെ കൊണ്ട് പിഴിഞ്ഞുടിത്തുകൊണ്ടിരിക്കുകയാണ്. ടോള് കൊടുക്കുന്നതിനത് കുഴപ്പമില്ല, നല്ല റോഡാകുമ്പോൾ നമുക്ക് കൊടുക്കുന്നതിന് ഒരു സീനുമില്ല. പക്ഷേ ഈ വക മറ്റിടത്തെ റോട്ടിൽ കൂടെ നമ്മൾ വരാൻ നടത്തി ടോൾ കൊടുക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. കാരണം എന്തിനാണ്, റോഡ് നല്ല റോഡാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ടോൾ കൊടുക്കുന്നതിനും ഈ റോഡ് ടാക്സ് കൊടുക്കുന്നതിനൊന്നും ഒരു വിഷയമില്ല. ഇത് പക്ഷേ നമ്മളെ പറ്റിക്കല്ലേ, നമ്മളെ ചൂഷണം ചെയ്യല്ലേ. പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ തന്തയ്ക്ക് വിളിച്ചാലും തലയ്ക്ക് വിളിച്ചാലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവർക്ക് തന്ത ആരാന്നൊന്നും അറിയത്തില്ല. ഇപ്പം എത്ര തന്തമാർ ഉണ്ടെന്ന് തന്നെ ഇവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ എന്ത് പറയാനാ. അപ്പം അതൊക്കെയാണ് ഈ റോഡിൻ്റെ ഇതായിട്ട് ഈ ടോളിനെയൊക്കെ അനുകൂലിച്ച് നിൽക്കുന്ന തന്തയില്ല മാന്യന്മാരോടൊക്കെ പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ്. എന്ത് ചെയ്യും, വണ്ടികളൊക്കെ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ.